ഒരു കിടുക്കാച്ചി കീക്കാച്ചി കുക്കാച്ചി പൊളി പെർഫോമൻസ്. പാവം പുള്ളി നല്ലൊരു ഇൻട്രൊഡക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കോക്കാച്ചി ഇത് കണ്ടോ, ഇവിടെ കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. കണ്ടു. പാറു ചിത്രം വരയ്ക്കാൻ പോവാണോ? ക്ലാസ് വല്ലതും നടത്താൻ പോവാണോ? നിങ്ങളൊക്കെ വരയ്ക്കോ? ഞാൻ കൊച്ചിലെ കുറച്ചൊക്കെ വരയ്ക്കുമായിരുന്നു. ഏത് മറ്റേ മല, കാക്ക, സൂര്യൻ, വീട്, അതായിരിക്കും. ഞാൻ ആനയൊക്കെ വരയ്ക്കായിരുന്നു. ആന ചെവിരിന്റെ അപ്പുറത്തുള്ള അല്ല, ഞാൻ സീരിയസ് ആയിട്ട് വരയ്ക്കുമായിരുന്നു. സൂപ്പർ ആയിട്ട് വരയ്ക്കും. അങ്ങനെ അത്ര സൂപ്പർ അല്ലോ. ഓക്കെ ആയിട്ട് വരയ്ക്കും. ഇന്ന് നമ്മൾ എന്തായാലും ഒരു അടിപൊളി പെർഫോമൻസ് ആണ് കാണാൻ പോകുന്നത്. കൂടുതൽ ഡിസ്ക്രിപ്ഷൻ ഒന്നും ഞാൻ തരുന്നില്ല, ഞാൻ വിളിക്കാൻ പോവാളെ. നമ്മൾ ഇന്ന് പെർഫോം ചെയ്യാൻ പോകുന്നത് അഖിൽ ശ്രീകുമാർ ആണ്. സോ അഖിലിനെ ഞാൻ നമ്മുടെ ഫ്ലോറിലേക്ക് സ്വാഗതം ചെയ്യാണ്. അഖിൽ പ്ലീസ്. ഇതാണ് അഖിൽ. ഹലോ അഖിൽ. ഹായ് അഖിൽ. ഹലോ സർ. വെൽക്കം ടു സൂപ്പർ സ്റ്റാർ. താങ്ക് യു. അപ്പൊ നമ്മൾ ഒരുപാട് ഇൻട്രൊഡക്ഷൻ ഒന്നും കൊടുക്കണ്ട, നമുക്ക് നേരെ പെർഫോമൻസിലേക്ക് പോവാം. ഓക്കെ, അതല്ലേ നല്ലത്? അതാണ് നല്ലത്. ടൈമില്ലെന്ന് അതുകൊണ്ടല്ല, അത് പറഞ്ഞു വെറുതെ. പക്ഷെ അഖിലിന്റെ കൂടെ നമ്മളുടെ ഫ്ലോറിലെ വൈകിയും കൂടെ കൂടുന്നുണ്ടാവും. ഓക്കെ, ചിത്രം വരയ്ക്കാനോ? അല്ല, പ്ലീസ് വെയിറ്റ് ആൻഡ് വാച്ച്. It's all in the game, baby. Okay, please keep silence. Okay, അപ്പൊ അഖിൽ, all the best. വൈകാതെ ചെല്ലു. വൈകാതെ ഈ സ്ലോ മോഷനിൽ എന്തിനാ പെട്ടെന്ന് പോവച്ചേ. Okay, അപ്പൊ all the best.
3 പേരും സൂപ്പർ. മലയാള സംഗീത ലോകത്ത് പുതുതലമുറയുടെ ഹൃദയതാളം തൊട്ടറിഞ്ഞ സംഗീത സംവിധായകൻ ഷാൻ റഹ്മാൻ. പലവട്ടം കാത്തുനിന്ന കോളേജിൻ മൈതാനത്തിലൂടെ ജിമിക്കയും കമലിട്ട് വന്ന് മുത്തിച്ചിപ്പി പോലൊരു മാണിക്യമലർ സമ്മാനിച്ച മലയാളത്തിന്റെ സ്വന്തം സംഗീത സംവിധായകൻ. 2008 കേരളക്കരയിൽ തരംഗമായ കോഫി അറ്റ് MG റോഡ് എന്ന ആൽബത്തിലൂടെ സംഗീത സംവിധായകൻ എന്ന നിലയിൽ അറിയപ്പെട്ടു തുടങ്ങി. കുറച്ചുനാൾക്കകം തന്നെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഈ പട്ടണത്തിൽ ഭൂതം എന്ന ചലച്ചിത്രത്തിന്റെ സംഗീത സംവിധായകനായി മലയാള സിനിമയിലേക്ക് സ്വപ്നതുല്യമായ അരങ്ങേറ്റം നടത്തി. തലശ്ശേരി കതിരൂർ കോലോത്ത് തറവാട്ടിലെ അബ്ദുൾ റഹ്മാന്റെയും തയ്യിൽ ലൈല റഹ്മാന്റെയും മൂത്തപുത്രനായ ഷാൻ ബാല്യത്തിൽ തന്നെ കടൽ കടന്ന് UAE റാസൽ ഖൈമയിൽ എത്തി തന്റെ സ്കൂൾ ജീവിതം തുടങ്ങി. സംഗീത പാരമ്പര്യം ഒന്നും തന്നെ അവകാശപ്പെടാനില്ലാത്ത കുടുംബത്തിൽ നിന്നും ഷാൻ വ്യത്യസ്തനായിരുന്നു. സ്വപ്രയത്നവും സംഗീതത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശവും ആഗ്രഹവും അദ്ദേഹത്തെ സംഗീത ലോകത്തേക്ക് എത്തിച്ചു. മലയാള സിനിമാ സംഗീത ലോകത്തെ ഏറ്റവും ഹൃദ്യമായ സൗഹൃദങ്ങളിൽ ഒന്നാണ് ഷാൻ വിനീത് ശ്രീനിവാസൻ. ഈ കൂട്ടുകെട്ടിൽ പിറന്നതെല്ലാം ഒന്നിനൊന്ന് മികച്ചവയായിരുന്നു. സൗഹൃദത്തിന്റെ കഥ പറഞ്ഞ മലർവാടി ആർട്സ് ക്ലബ്ബും മലയാളിയെ പ്രണയലോകത്തെത്തിച്ച തട്ടത്തിൻ മറയത്തും വടക്കൻ സെൽഫിയും ജേക്കബിന്റെ സ്വർഗരാജ്യവും കൂടാതെ ഷാൻ സംഗീതത്തിൽ മലയാളിക്ക് ലഭിച്ചത് ഓം ശാന്തി ഓശാനിയും ആടും ഗോതയും അരവിന്ദന്റെ അതിഥികളും ലവ് ആക്ഷൻ ഡ്രാമയും മിന്നൽ മുരളിയും അടക്കം ഒട്ടനവധി ചലച്ചിത്രങ്ങൾ. ഇന്ത്യൻ ഫുട്ബോളിന്റെ അഭിമാനമായ മലയാളികളുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സിനു വേണ്ടി പുറത്തിറങ്ങിയ മനോഹരമായ ഗാനത്തിന്റെ സംഗീത സംവിധാനത്തിനപ്പുറം അതിന്റെ സംവിധാനവും ഷാൻ റഹ്മാൻ തന്നെ. പുതുതലമുറയുടെ പ്രതിഭകൾക്ക് പ്രചോദനമാകുന്ന അമൃത TV സൂപ്പർ സ്റ്റാറിന്റെ പ്രധാന വിധികർത്താക്കളിൽ ഒരാളും ഷാൻ തന്നെ.